ഞാനിങ്ങനെ മനസ്സിൽ കാണായിരുന്നു ധ്യാനൊരു സൂപ്പർ ഹീറോ പോലെയൊക്കെ ആയിട്ട്. അപ്പൊ ഞാനിങ്ങനെ സൂപ്പർ ഹീറോ പോയിട്ട് തൂങ്ങി മറ്റവിടെ പോയി ഭാരിച്ച പണിയെടുത്ത ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന ഡോക്ടറാ പറഞ്ഞത്. സ്പൈഡർമാൻ വരുന്നു, ബാറ്റ്മാൻ വരുന്നു, ഇവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ കോസ്റ്റ്യൂമിന്റെ ഒരു വെറൈറ്റി ഉണ്ട്. ജെട്ടി മേലെ ഇതിന്റെ മുകളിലിട മുണ്ടിന്റെ മേലെ ഇടണായിരിക്കും. ജെട്ടി അകത്ത് തന്നെ ഇടാറില്ല, പിന്നെയാണ് സത്യത്തിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ധ്യാനില്ലേ, അതായത് ഞങ്ങളെ ചട്ടി ഇടാറില്ല. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ജെട്ടിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുകയില്ല. ഇത് മൊത്തം ഒരു ജെട്ടി ഇന്റർവ്യൂ ആയി പോയല്ലോ. മറ്റുള്ളവർക്ക് കൂടി ജെട്ടി ശാപം വാങ്ങിച്ചു വെക്കാനായിട്ട് ഇറങ്ങിക്കോളും. ഇനി ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുൻപ് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ സന്തോഷം നിങ്ങളോടൊക്കെ പറയാനുണ്ട്. ആ പേഴ്സണൽ സന്തോഷം ഗർഭിണിയാണെന്നാണ്. സ്വാഭാവികം. ഒരു ഡിറ്റക്റ്റീവിന്റെ ആയുധം ബുദ്ധിയാണ്. എന്നിട്ട് നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു കരണ? നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. അറിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. എല്ലാം ചടപടേന്നായിരുന്നു. കറക്റ്റായിട്ട് ഞാൻ കണ്ടുപിടിച്ചു ഗർഭിണിയാണോ. അതെങ്ങനെ കണ്ടുപിടിച്ചു? മോനെ, കന്നിമാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. വളരെ ഗർഭിണിയാക്കിയിട്ടുള്ളൂ. നിനക്ക് തിരക്കിന്റെ ഇടയ്ക്ക് ഇതിനൊക്കെ എവിടെ നടാ നേരം? നിങ്ങൾ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ പരിപാടി നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഗർഭമല്ല. ഈ ഷൂസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ക്യാമറ. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നലാ. Why are you disturbing my peace? ഇങ്ങനെ ഒരു ഷൂസ് ഈ കമ്പനി ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ലിമിറ്റഡ് എഡിഷൻ, ലിമിറ്റഡ്. നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറി മേടിച്ചാ നടാ ഞാൻ. കാരണം അവർക്കറിയാം ഇത് വേറൊരാൾ വന്നില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.